ഹലോ അസ്സാമലൈക്കും. റംസാൻ സ്പെഷ്യൽ ഈസി മുട്ടക്കറി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കട്ടാ. അപ്പോൾ അതിന് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3 മുട്ട ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിരുന്നിട്ടാ. അപ്പോൾ ആ മുട്ട നമ്മൾ ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഈ മുട്ട എടുത്ത് മാറ്റട്ടാ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മളൊരു ചെറിയ പീസ് പട്ട, ഒരു 3 ഏലക്ക ഒന്ന് പൊളിച്ചു കൊടുക്കണം കേട്ടോ ഏലക്ക. അപ്പം അതിൻ്റെ മണമൊക്കെ അതിൽ ഇറങ്ങിക്കോളും. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 2 സവാള, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു 5-6 കാഷ്യൂനട്ട് ഇതൊന്ന് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കട്ടെ. ഒരു 1/4 ഭാഗം വഴണ്ടി വന്നാൽ നമുക്കതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുത്തോളൂ കേട്ടോ. നമ്മളെ നോമ്പിന് നമുക്ക് ബീഫും ചിക്കനും മട്ടനും ഒക്കെ എല്ലാ ഏതാനും ദിവസങ്ങളിലും അപ്പോൾ ഇടയ്ക്കൊരു ദിവസങ്ങളിലൊരു മാറ്റത്തിന് ഈ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് കോരിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് പോലെ ആക്കിയിട്ട് അവിടെ വെക്കട്ടോ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മളൊരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി ഗീ ഇട്ട് കൊടുക്കട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുള്ള നമ്മളെ സവാള കാഷ്യൂനട്ടൊക്കെ കൂടെ നമ്മൾ പേസ്റ്റ് ആക്കിയില്ലേ, അത് ആ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഫ്രഷ് ക്രീം ഇഷ്ടമുള്ളവർക്ക് അതും ഇട്ട് കൊടുക്കട്ടെ തേങ്ങാപ്പാലിന് പകരം. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കണ്ട് തിളച്ച് വരും. ഒന്ന് പതച്ച് വന്നാൽ മതി. ആ പതച്ച് വന്നാൽ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പും നന്നായി ചെറുതായി അരിഞ്ഞിട്ട് അതും നന്നായി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതൊരു 4 ആൾ 5 ആൾ ഒരു 4 ആൾക്ക് മാക്സിമം കഴിക്കാനുള്ളതിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും.